ജാൻവി പതിവ് പോലെ ഓഫീസിൽ പോകാൻ റെഡിയായി. ശരത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടാക്കിയിട്ടാണ് അവൾ പോകാൻ റെഡിയായത്. കാനഡ കൾച്ചർ ജാൻവിയും അഡോപ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റെസ്പിങ് ക്യൂബൻ കോളർ ഷർട്ട് ടൈപ്പ് ബിലോക്നി ലൈൻ ഫ്രോക്കായിരുന്നു ഇട്ടത്. സാധാരണ ചെയ്തതിനേക്കാൾ മേക്കപ്പ് ആ ഓഫീസിൽ നിർബന്ധമായിരുന്നു കൊണ്ട് ജാൻവിയും അത്യാവശ്യം മേക്കപ്പൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. കണ്ണ് രണ്ടും എഴുതി, നടുവിൽ ചെറിയൊരു ബ്ലാക്ക് പൊട്ട് തൊട്ടു. സ്ലൈറ്റായിട്ട് ഡ്രസ്സിനനുസരിച്ചുള്ള ഐ ഷാഡ് യൂസ് ചെയ്തു. ലിപ്സ്റ്റിക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നത് തന്നെ ഇട്ടു. ഹെയർ ലെയർ കട്ട് ചെയ്തുകൊണ്ട് വെറുതെ അയച്ചിട്ടു. അവളുടെ ബാഗും മൊബൈലും കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. 9 മണിക്കാണ് പഞ്ചിങ് ടൈം. എൻ്റെ ഈശ്വര, സമയം ഇത്രയായോ? എന്നയാൾ എന്നെ വധിക്കുമല്ലോ. ശിവയുടെ വില മനസ്സിലാക്കുന്ന ഇപ്പോഴാ. എന്നാണ് ആ പെണ്ണ് തിരിച്ചെത്തുന്നേ? ജാൻവി ഓരോന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി. താഴെ കമ്പനി കൊടുത്തിരിക്കുന്ന കാർ എടുത്ത് അവൾ ഓഫീസ് ലക്ഷ്യമാക്കി പോയി. സമയം പോയതുകൊണ്ട് നല്ല സ്പീഡിലാണ് പോയത്. 8:55 പഞ്ച് ചെയ്തു. ഒന്ന് ശ്വാസം മാഞ്ഞു വലിച്ചു. അവൾ ക്യാബിലേക്ക് കയറി ഫയൽസുമായി മൽപ്പിടുത്തം തുടങ്ങി. ഓഫീസിൽ കയറിയ അവൾ മൊബൈൽ സൈലൻ്റ് ആക്കിയിടും. വിളിക്കാനും കാര്യം അന്വേഷിക്കാനും ശിവയും ശരത്തുമല്ലാതെ ഇപ്പം വേറെ ആരും ഇല്ലല്ലോ. ഇതേ സമയം ധ്രുവും സിദ്ധാർത്ഥും ശിവയും എയർപോർട്ടിലെത്തി. ശിവ അവിടെ എത്തിയപ്പോൾ ജാൻവി വിളിച്ചു. പക്ഷെ പെണ്ണ് ഫോൺ എടുക്കുന്നില്ല. ഈ പെണ്ണ് ഫോൺ എടുക്കുന്നില്ലല്ലോ. സാരില്ല, നമുക്ക് ഫ്ലാറ്റിലേക്ക് പോകാം. അവൾ ഓഫീസിൽ പോയതാവും. അവിടെ എത്തിയ പെണ്ണ് ഫോൺ സൈലൻ്റ് ആക്കും. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് പോരുമ്പോൾ ഓൺ ചെയ്യുക. ശിവ, ഞങ്ങൾ തൽക്കാലം കൊണ്ട് വരുന്നില്ല. ഇവിടെ ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓഫീസിൽ പോയി ആക്റ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ഓണർ പപ്പയാണ്. അത് വേണ്ട, നിങ്ങളെന്തായാലും എൻ്റെ കൂടെ വാ. 3 BHK ഫ്ലാറ്റാണ്. ജാനും വന്ന് നിങ്ങളുടെ പിണക്കം തീർന്നിട്ട് പോകണമെന്ന് നിർബന്ധമാണെന്ന് പൊക്കോ. അവൾ പറയുന്നതും ശരിയാ ധ്രുവ്. അവളെ കാണണ്ടേ നിനക്ക്? നിങ്ങൾ സംസാരിച്ച് തീർത്തിട്ട് ഒരുമിച്ച് നാട്ടിലേക്ക് പോകാം. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അവൾക്ക് കംപ്ലീറ്റ് നിർത്തി വരാൻ പറ്റില്ല. ബോണ്ടുണ്ട് 3 years. 1 year കഴിഞ്ഞതേ ഉള്ളൂ. ബോണ്ട് ബ്രേക്ക് ചെയ്തോ? എത്രയാ കോമ്പൻസേഷൻ? അയ്യോ, അതൊത്തിരി കൂടുതലാ ചേട്ടാ. ഒരു 50 lakhs അബവ് ഉണ്ടാകും. ശിവ അവരെയും കൂട്ടി അവർ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് സ്പെയർ കീ യൂസ് ചെയ്ത് ഡോർ തുറന്നകത്ത് കയറി അവർക്ക് റൂം കാണിച്ചു കൊടുത്തു. സിദ്ധു ആ മുറിയിൽ കയറിയെങ്കിലും ധ്രുവ് കയറിയില്ല. ശിവ, ജാനുവിൻ്റെ മുറിയത്. അവളൊരു ചിരിയോടെ അവന് മുറി കാണിച്ചു കൊടുത്തു. അവൻ അവളുടെ മുറി തുറന്നകത്ത് കയറി. അവിടെ മുഴുവനും അവളുടെ സ്മെല്ലായിരുന്നു. അവൻ ആ മുറി മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. നല്ല വൃത്തിയുള്ള മുറി. കിങ് സൈഡ് ബെഡ്, ബെഡ് സൈഡ് കബോർഡ്, നൈറ്റ് ലാമ്പ്, ഒരു സൈഡിൽ മിറർ, വൈറ്റ് ഡ്രസ്സിങ് ഏരിയ, അതിനോട് ചേർന്ന് വലിയ 2 കബോർഡ്. കബോർഡ്സിൻ്റെ സൈഡിൽ ഒരു ചെറിയ ലോക്കർ മോഡിൽ അത്യാവശ്യം വലിയൊരു കബോർഡ്സ് ഉണ്ട്. കണ്ട ഒരു ചെറിയ വീട് പോലെ തോന്നും. അത് കണ്ട് കൗതുകത്തോടെ അവൻ അതിൻ്റെ അടുത്തേക്ക് നടന്നു. അതിൻ്റെ വാതിൽ പതിയെ തുറന്നു. അതിലെ കാഴ്ച കണ്ടവൻ ഞെട്ടി. അതിനുള്ളിൽ മുഴുവനും അവർ ഒന്നിച്ചുണ്ടായിരുന്നു പെടുത്തുകൂട്ടിയ പിക്ചേഴ്സുമെല്ലാം ചെറിയതായി ഫ്രെയിം ചെയ്ത് ഹാങ് ചെയ്തിട്ടേക്കുന്നു. അത് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആ ഫോട്ടോസിലൂടെ അവരുടെ പ്രണയ നിമിഷങ്ങൾ വീണ്ടും കണ്ടു. ആ നിമിഷം അവളെ കാണാൻ അവൻ്റെ ഉള്ളം കൊതിച്ചു. ഫ്ലോർ മുഴുവനും മാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കാനഡയിലെ തണുപ്പിനെ അതിജീവിക്കാനാണ്. എല്ലാം നോക്കിക്കണ്ട് അവൻ ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്നു. അവിടെ ഒരു സിങ് ചെയർ ഉണ്ട്. ഒരു ബെഡിൽ മുല്ല വളർത്തിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് താഴേക്ക് പടർന്ന് കിടക്കുന്നു. അതിലെ പൂക്കളുടെ സ്മെല്ല് വലിച്ചെടുത്തുകൊണ്ട് അവൻ ആ സിങ് ചെയറിൽ കുറച്ചു നേരം ഇരുന്നു. ഇത്രയും ലോങ് യാത്ര കഴിഞ്ഞു വന്നതുകൊണ്ട് അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ശിവ ചായ കൊണ്ടുവന്നപ്പോൾ അവൻ ഉറങ്ങുന്നത് കണ്ടു. അതുകൊണ്ട് എഴുന്നേൽപ്പിക്കാതെ പുറത്തേക്ക് പോയി സിദ്ധുവിന് ചായ കൊടുത്തു. അതിനുശേഷം അവൾ ഫോൺ എടുത്ത് ശരത്തിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ശരത്തേട്ടാ, ഇതുവരെ കഴിഞ്ഞില്ലേ നൈറ്റ് ഷിഫ്റ്റ്? ഫോൺ അറ്റൻഡ് ആയതും ഒരു ഹലോ പോലും പറയാതെ അവൾ പരിഭവം പറയാൻ തുടങ്ങി. കഴിഞ്ഞടി, ഫ്ലാറ്റിൽ വന്നാൽ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു. ഓ, എന്നാൽ നിന്ന് താമസിക്കണ്ട, ഇങ്ങ് പോരെ, ഞാൻ എത്തി. നീ എത്തിയോ? ഇതെന്നൊരു വാക്കുപോലും പറയാതെ വന്നേ. അതൊക്കെ വിശദമായിട്ട് പറയാം, ഒന്ന് വേഗം വരൂ. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതുപോലെ പരിചയപ്പെടുത്താനും. നീ എന്തൊക്കെയാ പെണ്ണേ പറയുന്നേ? അതൊക്കെ നേരിൽ പറയാം, ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാകില്ല, അതാ. ശരി, ഫോൺ വയ്ക്കും, ഞാനിപ്പോൾ വന്നേക്കാം. ഫോൺ കട്ട് ചെയ്തു. അവൾ കിച്ചണിൽ പോയി. ജാൻവി ഒരാൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിരുന്നുള്ളൂ. അതിനാൽ അവർക്കുള്ള ഫുഡ് വേഗം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു.
സിദ്ധുവിനെയും ധ്രുവിനെയും വിളിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിലാണ് ശരത്ത് വന്നത്. അവരെ കണ്ട് അവനൊന്ന് അമ്പരന്നു. അത് കണ്ട് ശിവ അവനെ അവിടെ പിടിച്ചിരുത്തി ഫുഡ് വിളമ്പിക്കൊടുത്തു. ഫുഡ് കഴിക്കുന്നതിനിടയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശരത്തിൽ ഓരോ സമയം സന്തോഷവും ഒരു ഞെട്ടലും ഉണ്ടായി. അത് കണ്ട സംശയത്തിൽ ശിവ അവൻ്റെ കയ്യിൽ പിടിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചു. കാര്യം നിനക്കറിയില്ലേ? അവൻ വൈശാഖിനോട് ഞാൻ ജാൻവി കാണുന്ന കാര്യം പറഞ്ഞിരുന്നു. അത് മാത്രല്ല, കല്യാണത്തെ നമ്മൾ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും പറയിക്കുകയും ചെയ്തു. ഇനി അവൻ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നതാ ഞാൻ ആലോചിക്കുന്നേ. ശരത്ത് പറയുന്ന കേട്ട് ധ്രുവിൻ്റെ മുഖം ദേഷ്യത്താൽ വരഞ്ഞു മുറുകി. അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടതും സിദ്ധു പെട്ടെന്ന് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. ധ്രുവേട്ട, ജാനി എന്തായാലും വൈശാഖിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. അവളുടെ മനസ്സിൽ ധ്രുവേട്ട മാത്രമേ ഉള്ളൂ. എല്ലായിരുന്നെങ്കിൽ ഇവിടെ വന്ന സമയത്തിന് വൈശാഖിനെ കല്യാണം കഴിച്ചേന്. അവൻ കുറേ നാളായിട്ട് ജാനിയുടെ പുറകെ. സത്യത്തിൽ അവൻ അവളെ ഭയങ്കര ഇഷ്ട. പിന്നെ അവളുടെ കാര്യമെല്ലാം ഞങ്ങൾ പറഞ്ഞറിയാം. ശിവശരത്തിനെ നോക്കിയിട്ട് പറഞ്ഞു നിർത്തി. ധ്രുവ്, താൻ വെറിയാകണ്ട. ജാനി അവൾ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. പിന്നെ അവളുടെ ജീവിതം നശിക്കേണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ അവനോട് ഒന്നുകൂടി സംസാരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അവൾ ധ്രുവിന് വേണ്ടി തന്നെ കാത്തിരുന്നത്. പിന്നെ അറിഞ്ഞു വിവാഹം ഉറപ്പിച്ചെന്ന്. അന്ന് അവൾ ചങ്കുപൊട്ടി കരഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ. അവളുടെ സങ്കടം കണ്ടു നിൽക്കാൻ വയ്യാതെ ഞാൻ നിങ്ങളുടെ തറവാട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു. കാര്യം സത്യമാണെന്നറിയാൻ. ഇടത്തെ ശേഖരൻ സാർ തന്നെയാ കല്യാണം ഉറപ്പിച്ചതെന്ന് തന്നെയാ എന്ന് അദ്ദേഹം പറഞ്ഞതും. അതിൽ കൂടുതലൊന്നും അറിയാമില്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ വെച്ചു. അന്നു മുതൽ ഇന്ന് വരെ അവളുടെ കണ്ണുകൾ തോർന്നിട്ടില്ല. കണ്ടിട്ട് സഹിക്കാൻ വയ്യായിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ശരത്ത് ധ്രുവിനോട് പറഞ്ഞു നിർത്തിയതും പുറത്ത് കോളിംഗ് ബെൽ അടിച്ചതും ഒന്നിച്ചായിരുന്നു. ശരത്ത് വേഗം തന്നെ ഡോർ തുറക്കാൻ എഴുന്നേറ്റു പോയി. വാതിൽ തുറന്ന് പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടതും അവനൊന്ന് ഞെട്ടി. വൈശാഖ്, നീ എന്താ ഇവിടെ? അത് കൊള്ളാം, ഇന്നെന്നോട് ജാൻവിയെ കണ്ട് സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഞാനെന്താ ഇവിടെയെന്നു? വൈശാഖിരി ചിരിയോടെ അവനകത്തേക്ക് കയറി സോഫയിലേക്ക് ഇരുന്നു കഴിഞ്ഞാണ് അവൻ ഡൈനിങ് ഏരിയയിലേക്ക് നോക്കുന്നത്. അവിടെ പരിചയമില്ലാത്ത 2 പേരെ കണ്ടതും അവൻ നെറ്റിച്ചൊളിച്ച് നോക്കി. ഹായ് ശിവ, എപ്പോഴത്തെ നാട്ടിൽ നിന്നും? ഇതാരാ പരിചയമില്ലാത്ത 2 പേര്? ഞാനിന്ന് എത്തി വൈശാഖ്. പിന്നെ ഇതെൻ്റെ കൂടെ നാട്ടിൽ നിന്ന് വന്നതാ. എന്താണ് അവനോട് പറയേണ്ടതെന്ന് അറിയാതെ അവളൊന്ന് പരിങ്ങി. ധ്രുവൊന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. കൈവാഷ് ചെയ്തു ജാനിയുടെ മുറിയിലേക്ക് പോയി. അവൻ അവളുടെ മുറിയിലേക്ക് കയറുന്നത് കണ്ട് വീണ്ടും വൈശാഖ് നെറ്റി ചുളിച്ചുകൊണ്ട് ശിവയെ നോക്കി. ശിവ, അയാളെന്താ ജാനിയുടെ മുറിയിൽ കയറിയത്? അവൾക്കാരും അവളുടെ മുറിയിൽ കയറുന്ന ഇഷ്ടമല്ലല്ലോ. നീ എന്താ അയാൾക്കത് പറഞ്ഞു കൊടുക്കാതെ? വൈശാഖിന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ പ്രകടനം കണ്ട് ഞെട്ടി നിൽക്കുവാണ് ശിവയും ശരത്തും. സിദ്ധുവാണ് മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും വൈശാഖിനെ നിർത്തുന്നു ചാടി എഴുന്നേറ്റു. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ മുറിയിലല്ലെങ്കിലും ആരും കരുതുന്ന എനിക്ക് ഇഷ്ടമല്ല. അവനതും പറഞ്ഞ് ചാടിത്തുള്ളി അകത്തേക്ക് പോയി. അത് കണ്ട് ശിവയും ശരത്തും നിന്ന് വിയർത്തു. സിദ്ധുവാണ് ചിരി കടിച്ച് പിടിച്ച് നിന്നു. അകത്തേക്ക് കയറിപ്പോയവൻ മുറിക്കകത്ത് കയറി ചെന്നപ്പോൾ ജാൻവിയുടെ ബെഡിൽ കമിന്ന് കിടക്കുന്ന ധ്രുവിനെ കാണുന്നതും അവന് ദേഷ്യം ഇരച്ചു കയറി. എടോ, വൈശാഖിൻ്റെ സൗണ്ട് കേട്ട് ധ്രുവ് കിടന്നിടത്തുനിന്ന് തല ചിരിച്ച് നോക്കി. താനെന്ത് വൃത്തികേടാ കാണിക്കുന്നേ? മറ്റയാളുടെ മുറിയിൽ അവരുടെ അനുവാദമില്ലാതെ കിടക്കാൻ തനിക്ക് നാണില്ലേ? സത്യത്തിൽ ധ്രുവിനൊന്നും മനസ്സിലായില്ല. അവൻ നെറ്റി ചൊളിച്ച് അവൻ നോക്കിക്കൊണ്ട് മലർന്ന് കിടന്നു. ധ്രുവൊന്നും പറയില്ലെന്ന് കണ്ടതും വൈശാഖിന് ദേഷ്യം കൂടി. ഇത് ജാൻവിയുടെ മുറിയാ എന്ന് വെച്ചാൽ ഞാൻ കെട്ടാൻ പോകുന്നതിൻ്റെ പെണ്ണിൻ്റെ മുറി. അവൾക്ക് അവളുടെ മുറിയിൽ ആരും കയറുന്ന ഇഷ്ടമില്ല. എനിക്കും. ലാസ്റ്റ് പറഞ്ഞെക്കുറിച്ച് കടിപ്പിച്ചാണ് വൈശാഖ് പറഞ്ഞത്. അവൻ്റെ വർത്താനം കേട്ട് ധ്രുവിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വൈശാഖിൻ്റെ മുഖം അടിച്ചൊരടിയായിരുന്നു മറുപടി. വൈശാഖ് ധ്രുവിനെ പകച്ചു നോക്കി. എന്തോ പറയാമെന്ന് അവനെയും വലിച്ചുകൊണ്ട് ധ്രുവ് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നീ പറഞ്ഞത് അത് സത്യമായ കാര്യ. ജാനുവിൻ്റെ അവിടെ മുറിയിൽ ആരും കയറുന്ന ഇഷ്ടമില്ല, പ്രത്യേകിച്ച് അന്യ പുരുഷം. ഇപ്പോൾ അത് ശരിയായി. 3 തൽക്കാലം പോകാൻ നോക്കും. ജാനുവിൻ്റെ നീ ഇളക്കം കൊണ്ട് ചെന്ന ഞാനാണെന്ന് നീ അറിയും. അതും പറഞ്ഞുകൊണ്ട് ശിവയുടെയും ശരത്തിൻ്റെയും മുഖത്ത് നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവ 2 പേരും തലകുലുക്കി. സിദ്ധുവിനെ നോക്കി കണ്ണടിച്ച് കാണിച്ചിട്ടും അവൻ മുറിക്കകത്തേക്ക് തന്നെ കയറി വാതിലടച്ചിട്ടു. വൈശാഖി പോയി മുഖത്ത് കൈവച്ചുകൊണ്ടിരിക്കുവാണ്. അവന് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാലും ജാൻവിയുമായി ധ്രുവിനെന്തോ വലിയ ബന്ധമുണ്ടെന്ന് മാത്രം മനസ്സിലായി. ശരത്തും അവനാരാ? ജാൻവിയുമായിട്ട് എന്താ ബന്ധം?
നീ വാ, പറയാം. വേണ്ട, ഇവിടെ നിന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. വൈശാഖ്, നിന്നോട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതല്ലേ ജാൻവിയുടെ കാര്യം? ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അതിപ്പോൾ പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ അകത്ത് പോയ ആളാണ് ധ്രുവ്. അയാളെ തിരിച്ചു വന്നു. എന്തിനും? അവൾ ഇത്രയെങ്കിലും തിരിഞ്ഞ പോലെ നോക്കിയിട്ടില്ലല്ലോ. എന്നിട്ട് വന്നിരിക്കുന്നിപ്പോൾ. ഇനി ആര് വന്നിട്ട് കാര്യമില്ല. ജാൻവി വൈശാഖ് തന്നെ വിവാഹം ചെയ്യും. അവൾക്ക് എന്നെ ഇഷ്ടമാ. ഇപ്പോൾ അവളുടെ മനസ്സിൽ ആ ഉറഞ്ഞ തുള്ളിയിട്ട് പോയവൻ്റെ ഓർമ്മകളില്ല. എനിക്ക് ഉറപ്പാ അവൾ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് പറഞ്ഞ് ചവിട്ടിത്തുള്ളിക്കൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു. ശിവയ്ക്കോ ശരത്തിനോ പറയാനുള്ള പോലും കേൾക്കാൻ അവൻ തയ്യാറായില്ല. ഇതേ സമയം ജാൻവി ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞിറങ്ങി. കുറച്ച് ഷോപ്പിങ്സ് ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് എന്തോ മടിയായിരുന്നു. ചെന്നിട്ട് ശരത്തിനെയും കൂട്ടി പോകാമെന്ന് പ്ലാൻ ചെയ്തു. അവൾ കാറിലേക്ക് കയറി. ഫ്ലാറ്റിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ മുതൽ ഹൃദയം ശക്തിയായി മിടിക്കുന്ന പോലെ അവൾക്ക് തോന്നി. പണ്ട് ധ്രുവ അടുത്ത് വരുമ്പോഴതുപോലെ അവൾ കൈയെടുത്തു ചങ്കിലാമർത്തി പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ കുറച്ചു നേരം അവൾ കാറിൽ തന്നെ ഇരുന്നു. ഒന്ന് ശരിയായെന്ന് തോന്നിയതും കാർ തുറന്ന് പുറത്തേക്കിറങ്ങി ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു. ഫ്ലാറ്റിൽ മുന്നിലെത്തിയപ്പോഴേക്കും വീണ്ടും ഹൃദയമിടിക്കാൻ തുടങ്ങി. തൻ്റെ പ്രിയപ്പെട്ടവനടുത്തുള്ളതുപോലെ ഒരു തോന്നൽ അവളെ പൊതിഞ്ഞു. ചുണ്ടിൽ ചിരി സ്ഥാനം പിടിച്ചു. അവൻ്റെ കല്യാണം ഉറപ്പിച്ചോർത്തപ്പോൾ കണ്ണു നിറഞ്ഞു. ചിന്തകളെ മാറ്റി നിർത്തിയിട്ട് അവൾ ഡോർ തുറന്നകത്ത് കയറി. പുറത്ത് ശരത്തിനെ കാണാത്തോണ്ട് അവൻ ഉറങ്ങുവാണെന്ന് കരുതി അവൾ അവളുടെ മുറിയിലേക്ക് നടന്നു. ഡോർ തുറന്നകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തപ്പോൾ ധ്രുവിൻ്റെ പ്രസൻസ് അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതെന്താണിപ്പോൾ ഇങ്ങനെയെന്ന് കരുതി അവൾ തിരിഞ്ഞതും കൈകെട്ടി തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പുറകിലേക്ക് വീഴാൻ പോയി. വീഴുന്നതിന് മുമ്പേ ധ്രുവിൻ്റെ കൈകൾ അവൾ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിരുന്നു. അവരുടെ കണ്ണുകളിടഞ്ഞു. മുൻപിൽ കാണുന്നു വിശ്വസിക്കാനാകാതെ ജാൻവി തറഞ്ഞു നിന്നു. പെട്ടെന്ന് അവൻ്റെ കല്യാണക്കൊരു ഓർമ്മ വന്നതും അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് ഊർന്നു മാറാൻ അവളൊരു പായശ്രമം നടത്തി നോക്കി. എന്നാൽ അവൻ കുറച്ചുകൂടി ശക്തിയിൽ അവളെ ചേർത്ത് പിടിക്കുവാണെന്ന് ചെയ്തത്. അവളെ നേരെ നിർത്തിയതിനു ശേഷം അവൻ കൈയെടുത്തു. അവനെ തന്നെ നോക്കി തറഞ്ഞു നിൽക്കുന്നവളെ അവൻ കൈ നീട്ടി ഒരു അടിയായിരുന്നു. അടി കൊണ്ട് വേച്ചു വീഴാൻ പോയതും അവൻ തന്നെ അവൾ ചേർത്ത് പിടിച്ചു വരിഞ്ഞു മുറുകി. ജാനിയോ അങ്ങനെ ഒരു നിമിഷം ആഗ്രഹിച്ചിരുന്നു. അവളും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏങ്ങിക്കരഞ്ഞു. കുറച്ചു നേരം രണ്ടുപേരും കരച്ചിലും പരിവവും തീർക്കലുമൊക്കെയായിരുന്നു. അവളുടെ കരച്ചിലും നിർത്തിയതും അവൾ അവൻ്റെ മുൻപിൽ പിടിച്ചു. അവൻ്റെ വിരൽപ്പാടുകൾ തെളിഞ്ഞു കാണുന്ന മുഖത്ത് പതിയെ തലോടി. അവൾ വേഗം എരിവ് വലിച്ചു. വേദനിച്ചു പെണ്ണെ, പിന്നെ വേദനിക്കാതെ. ധ്രുവട്ടൻ്റെ പൊന്തക്കൈ കൊണ്ട് വലിച്ചടിച്ച് വേദനിക്കാതിരിക്കൂ. അവൾ തിരിച്ച് പറയുന്നതും കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക ധ്രുവ്. പഴയ ജാൻവിയുടെ വായിൽ കിള്ളി നോക്കണം അവളുടെ വായിൽ നാക്കുണ്ടോന്ന്. എന്നാൽ ഇപ്പോൾ മുൻപിൽ നിൽക്കുന്ന ജാൻവിക്ക് കുറുമ്പും വാശിയും തൻ്റെയോടും ഉണ്ടെന്ന് അവന് മനസ്സിലായി. അതവനിൽ പുഞ്ചിരി നിറച്ചു. നീ ഒത്തിരി മാറിപ്പോയില്ല ജാനുസ്. അവനെ അവളെ തിരിച്ചു നിർത്തി തോളിൽ മുഖാമർത്തിക്കൊണ്ട് ചോദിച്ചു. ദേ കളിക്കല്ലേ, മാറിക്ക്. മുറപ്പിനെ കെട്ടാൻ പോകുന്നയാളെ എന്തിനെന്നെ കെട്ടിപ്പിടിക്കുന്നേ? അതെനിക്കിഷ്ടായി. നീ പറഞ്ഞ ശരിയാ, ഞാൻ അവളെ കെട്ടാൻ തീരുമാനിച്ചു. ജാനി പെട്ടെന്ന് അവനിൽ നിന്ന് കുതറി മാറി. അവൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിനെ കുത്തി നോവിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ കരച്ചിൽ കണ്ടതും അവൻ്റെ ഹൃദയം വേദനിച്ചു. എൻ്റെ പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞ നീ എന്തിനെ കണ്ണു നിറയ്ക്കുന്നേ? നിനക്കറിയാലോ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലെന്ന്. അപ്പം കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞതു? അത് ഉറപ്പിച്ചെന്ന് സത്യ. പക്ഷേ എൻ്റെ സമ്മതപ്രകാരമില്ലെന്ന് മാത്രം. അച്ചാച്ചയുടെ അമ്മാമ്മയുടെയും സങ്കടം കാണാൻ വയ്യായിരുന്നു. നിന്നെ പറ്റിയൊരു അറിവുമില്ലായിരുന്നല്ലോ. നിന്റെ കയ്യിൽ ഫോണും മറ്റു എല്ലാ സൗകര്യങ്ങളും വന്നിട്ടും നീ എന്നെ വിളിച്ചോ ജാനുസ്? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? ഇവിടെ എത്തിയ ഉടനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച ധ്രുവേട്ടനെയാണ്. പക്ഷെ ഓരോ തവണ വിളിക്കുമ്പോഴും മറ്റു പലരും ആ ഫോൺ എടുത്തത് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അവർ കട്ട് ചെയ്യുമായിരുന്നു. അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. എനിക്ക് പകരം ശിവയും ശരത്തിനൊക്കെ വിളിച്ചു നോക്കി. അവസ്ഥ സെയിം ആയിരുന്നു. ധ്രുവേട്ടനെ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലെന്നും ഇനി വിളിച്ച് ശല്യം ചെയ്തെന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്യും. അതുപോലെ അവർ നമ്പറും ബ്ലോക്ക് ചെയ്യും. പിന്നെ ഞങ്ങളെങ്ങനെ വിളിക്കാനാ? അന്ന് ഇതുപോലെയല്ലല്ലോ. കമ്പനിയിൽ കയറിയിട്ടില്ല, ജോലിയില്ല, ആരുടെ കയ്യിലും വെറുതെ കളയും മാത്രം പൈസയില്ല. അവിടുന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്താൻ കുറെ കഷ്ടപ്പെട്ട് ഞങ്ങൾ 3 പേരും. ജാൻവി പറയുന്ന കേട്ട് ധ്രുവ ആലോചനയിലായിരുന്നു. ആരാണ് അവൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തത് എന്നവന് മനസ്സിലായതേ ഇല്ല. അവനൊന്നും മിണ്ടാൻ നിൽക്കുന്ന കണ്ട് ജാൻവി അവനെ വിളിച്ചു. ധ്രുവേട്ടാ,
ഞാൻ ആരങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ആലോചിക്കുമായിരുന്നു പെണ്ണെ. നിനക്കറിയില്ലേ, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാനിങ്ങനെ വേദന തിന്നുമായിരുന്നു. നീ ഇല്ലാതെ നിന്റെ സൗണ്ട് പോലും കേൾക്കാതെ ഭ്രാന്ത് പിടിച്ച ദിവസങ്ങളായിരുന്നു എനിക്ക് ഇന്നലെ വരെ. സിദ്ധു എന്നോട് ഈ സന്തോഷ വാർത്ത പറയുന്നവരെ ഞാൻ അനുഭവിച്ചത് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ജാനു. അവനവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ്റെ വിഷമം അവളുടെ മനസ്സിനെയും സങ്കടപ്പെടുത്തി. അവളുടെ കൈകൾ അവനെയും ചുറ്റിപ്പിടിച്ചു. ആരാ ജാനുസ് അന്ന് നിന്നിൽ നടർത്തി മാറ്റിയത്? പെട്ടെന്ന് അവൾ നടന്നു മാറിക്കൊണ്ട് അവൻ ചോദിച്ചു. എല്ലാവരെയും എനിക്കറിയില്ല ധ്രുവേട്ട, പക്ഷെ ഒരാളറിയാം. അവസാന നിമിഷം സ്നേഹം കാണിച്ച് വഞ്ചിച്ചെൻ്റെ അമ്മായിയെ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആ തള്ളയെ വിശ്വസിക്കരുതെന്ന്. വീട്ടിലെ ഞാൻ ആ തള്ളയെ എൻ്റെ കൈ കൊണ്ട് തീരാൻ അതിൻ്റെ വിധി. എന്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ധ്രുവേട്ട. പക്ഷേ അങ്ങനെ വെറുതെ പോരാ. എൻ്റെ അച്ഛനും അമ്മയും ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്തുക്കളും വീടും അവർ അടയ്ക്ക് ഭരിച്ച് സൂഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറിയായി. അവരുടെ കൺമുന്നിൽ കൂടി അതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണം. പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ മരണത്തിന് കാരണമായവരെയും കണ്ടുപിടിക്കണം. ഒരു നിയമത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. ജാൻവിയുടെ രൗദ്രഭാവം ധ്രുവിനെ സന്തോഷിപ്പിച്ചു. അവൻ അവളെ വലിച്ചു അവൻ്റെ കൈക്കുള്ളിലാക്കി ഒതുക്കി പിടിച്ചു.